അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, മനസ്സിലാക്കണം, ഈ മാസത്തെ നാം നിസ്സാരമായി കാണരുത്. അള്ളാഹ് ആദരിച്ച മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. ഞാനും നിങ്ങളും ഇന്ന് നിലകൊള്ളുന്ന ഈ അനുഗ്രഹീതമായ ഈ മാസം അള്ളാഹു ആദരിച്ച മാസങ്ങളുണ്ട്. വിശുദ്ധമായ ഖുർആൻ അത് നമ്മെ വളരെ വ്യക്തമായി തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു ആദരിച്ച 4 മാസങ്ങളെ കുറിച്ച്. എന്താണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർളി മിൻഹാ അർബഅത്തുൻ ഹുറും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്, ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുകയാണ്, ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർളി മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികളെ സൃഷ്ടിച്ച കണക്കനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോ മിൻഹാ അർബഅത്തുൻ ഹുറും. ആ 4 മാസങ്ങൾ, ആ 12 മാസങ്ങളിലെ 4 മാസം അള്ളാഹു ആദരിച്ച മാസമാണ്. അവിടെ യുദ്ധം ഹറാമാക്കിയ മാസമാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. മഹാന്മാരായ ഉലമാക്കൾ അത് ഏതൊക്കെ മാസമാണെന്ന് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. 1 നമ്മോട് വിട പറഞ്ഞു പോയ ദുൽഖഅദ മാസം, 2 ദുൽഹിജ്ജ മാസം, 3 ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന ഈ പരിശുദ്ധമായ മുഹറം മാസം, 4 നമ്മോട് വിട പറഞ്ഞു പോയ അനുഗ്രഹീതമായ റജബ് മാസമാണ്. അതുകൊണ്ട് അള്ളാഹു യുദ്ധം ഹറാമാക്കിയ, അള്ളാഹു കൂടുതൽ ആദരിച്ച ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം എന്നത്. ഈ മാസത്തിൽ നമ്മൾ നിലകൊള്ളുമ്പോൾ ഈ മാസത്തെ വളരെ നമ്മൾ ആദരിക്കേണ്ട ഒരു മാസമാണ്, നിർബന്ധമാണ്. അള്ളാഹ് ആദരിച്ച ഒന്നിനെ നമ്മൾ ആദരിക്കൽ സൃഷ്ടികളായ നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. മഹാന്മാരായത് അള്ളാഹ് ആദരിച്ചതിനെ ആദരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് അവരെ നമ്മൾ പിൻപറ്റുന്നവരാണ്. അവർ അള്ളാഹു ആദരിച്ച ഒന്നിനെ ആദരിച്ചവരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നാമും അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണം. അതുകൊണ്ട് ഈ മാസത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഇബാദത്തുകൾ കൊണ്ട്, നോമ്പുകൾ കൊണ്ട് നമ്മൾ ഈ മാസത്തെ ആദരിക്കണം. പ്രിയമുള്ളവരെ, അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മാസമാണ് ഈ പരിശുദ്ധമായ മുഹറം മാസം. ഇഷ്ടപ്പെട്ട മാസങ്ങളിലെ ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. ഈ മാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ട ഒരു മാസമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ.